Hi friends, welcome back to my channel Tips for You A to Z. Super Beauty Challenge Day 8 ആണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പാലുണ്ണിയും അരിമ്പാറയും എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് പറയുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കിന്നിലൊക്കെ ഒരു കുരുവോ കറുത്ത പാടോ പാലുണ്ണിയോ അരിമ്പാറയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമമാണ്. പിന്നെ അത് പോകുന്നത് വരെ ഭയങ്കര ടെൻഷനായിരിക്കും. അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ ഉള്ളത് കാരണമാണ് എനിക്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് സൂപ്പർ ബ്യൂട്ടി ചലഞ്ചിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ എന്താണെന്നുള്ളത്. അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പാലുണ്ണി അരിമ്പാറ പെട്ടെന്ന് കളയാം എന്നുള്ളത് പറയൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ പാലുണ്ണിയും അരിമ്പാറയും എങ്ങനെ കളയാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വരുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം പാലുണ്ണിയും അരിമ്പാറയും എങ്ങനെ വീട്ടിൽ തന്നെയുള്ള ഐറ്റംസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ, അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ എങ്ങനെ കളയാം എന്നുള്ളത്. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു സംഭവമാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി ഇല്ലാത്ത ഒറ്റ വീടുകൾ ഉണ്ടാവില്ല. അപ്പൊ വെളുത്തുള്ളി വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് പാലുണ്ണിയും അരിമ്പാറയും കളയാന്നുള്ളത്. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് അരിമ്പാറ എങ്ങനെ ഒരു ദിവസം കൊണ്ട് മാറ്റാം എന്നുള്ളതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് പകുതിയാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഇതേപോലെ ഒരു കത്തിയോ കമ്പിയോ എടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കിയതിന് ഈ തുമ്പുവശം വെച്ചിട്ട് ചൂടാക്കിയ സൈഡ് വെച്ചിട്ട് ഒന്ന് ചൂട് കൊള്ളിക്കുക. അരിമ്പാറയുള്ളിടത്ത് മാത്രം ഒരു ദിവസം കൊണ്ട് തന്നെ അരിമ്പാറ കരിഞ്ഞു പോകുന്നതായിരിക്കും. ഇതാണ് ഒന്നാമത്തെ വഴി. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇതാണ് ചെയ്തു നോക്കേണ്ടത്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഒരു പീസ് വെളുത്തുള്ളി എടുക്കുക. നമ്മൾ രാത്രി കിടക്കാൻ അരിമ്പാറയോ പാലുണ്ണിയോ ഉള്ള സ്ഥലത്ത് വെളുത്തുള്ളി ഇങ്ങനെ വെക്കുക. സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ചതിന് ശേഷം കിടന്നുറങ്ങാം. പിറ്റേ ദിവസം നമുക്കിത് എടുത്ത് കളയാം. ഇങ്ങനെ ചെയ്യുന്നതും അരിമ്പാറയും പാലുണ്ണിയും ഒരു ദിവസം കൊണ്ട് പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് സവാള. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്നതാണ് സവാള. ഒരു സവാള പകുതി മുറിച്ചതിന് ശേഷം അരിമ്പാറയോ പാലുണ്ണിയോ ഉള്ളിടത്ത് വെച്ചിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു ദിവസം കൊണ്ട് തന്നെ അരിമ്പാറയും പാലുണ്ണിയും കരിഞ്ഞു പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സവാള വെച്ചിട്ട് അവിടെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത മെത്തേഡ് ആപ്പിൾ സിഡർ വിനാഗിരി വെച്ചിട്ടാണ്. ആപ്പിൾ സിഡർ വിനാഗിരി കുറച്ചെടുത്തതിന് ശേഷം ഒരു പഞ്ഞിയിലോ ഏതെങ്കിലും ഒരു കോട്ടൺ തുണിയിലോ എടുത്തതിന് ശേഷം അരിമ്പാറയോ പാലുണ്ണിയോ ഉള്ളിടത്ത് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. അരിമ്പാറയും പാലുണ്ണിയും പെട്ടെന്ന് തന്നെ പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് ഇത്. അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനാഗിരി ഒരു കഷ്ണം പഞ്ഞിയിൽ മുക്കിയതിന് ശേഷം ആ പഞ്ഞി അരിമ്പാറയോ പാലുണ്ണിയോ ഉള്ളിടത്ത് വെച്ച് സ്റ്റിക്കർ വെക്കുന്നതും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ തന്നെ പാലുണ്ണിയും അരിമ്പാറയും പെട്ടെന്ന് തന്നെ പോകും. പിന്നെ ഒരു മെത്തേഡാണ്, അതെനിക്ക് ഇവിടെ കാണിക്കാനായിട്ട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് കൂർപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മുറുക്കാനൊക്കെ എടുക്കുന്ന ചുണ്ണാമ്പില്ലേ, ആ ചുണ്ണാമ്പിൽ മുക്കി നമ്മുടെ അരിമ്പാറയോ പാലുണ്ണിയോ ഉള്ളിടത്ത് വെച്ച് മസാജ് ചെയ്യുക. പെട്ടെന്ന് തന്നെ അരിമ്പാറയും പാലുണ്ണിയും പോകും. ബ്യൂട്ടി ചലഞ്ചിലെ 8ാമത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് തരുന്ന ഹോം റെമഡി പാലുണ്ണിയും അരിമ്പാറയും പോകാനായിട്ടുള്ളതാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാലുണ്ണി അരിമ്പാറയും എങ്ങനെ കളയാന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു ടിപ്പായിട്ട് വേറൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. ഇറ്റ്സ് മീ ഗീതു.